ഈ ചെയ്യുന്നതുണ്ടല്ലോ, ഇതാണ് ഒരു സ്ലാബിനെ സംബന്ധിച്ച് അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കേട്ടോ. ക്രാങ്ക് ചെയ്യാന്നാണ് ഇതിൻ്റെ സാരം. നമ്മൾ സെൻറ്ററിങ്ങിൻ്റെ പണിക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി, വീടിൻ്റെ പണിക്കാർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ഒരുവിധം ഓണർമാർക്കൊന്നും ഇതിനെ പറ്റി അറിയില്ല. ഇത് നിർബന്ധമാണ്. ഓരോ റൂമിനും ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ റൂമിനെ 4, 5 എന്നൊക്കെ ഉള്ള രീതിയിലാക്കിക്കൊണ്ടാണ് ഈ ക്രാങ്ക് ചെയ്യാറുള്ളത്. ഈ സംഭവം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലാബിൻ്റെ അത്രയും സ്ട്രെങ്ത് എടുക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതില്ലാത്തൊരു സ്ലാബ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ടാവും, ചില ഓണർമാർ. ഇന്ന് തന്നെ പിന്നോട്ടൊരു ഓണർ ചോദിച്ചു ഇതെന്തിനാണ് ഈ ചെയ്യണത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ അറിയാത്ത കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഇത് എല്ലാ സ്ലാബിനും നിർബന്ധമായൊരു സംഭവമാണ്. എല്ലാവരും ചെയ്യണമുണ്ട് കേട്ടോ, ഞാൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, എല്ലാ പണിക്കാരും ചെയ്യണ തന്നെയാണ്. ഇങ്ങനെ എല്ലാ സ്ലാബിനും ഉണ്ടാവും. ഇതാണ് അപ്പോൾ സ്ലാബിൻ്റെ സ്ട്രെങ്ത് എടുക്കുന്നത്. ഇത് ചുമരിൻ്റെ 2 ഭാഗത്തും ഒരേപോലെ ലോഡ് നമുക്ക് കിട്ടും. ഓക്കെ.